നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. സൗദിയിലെ പ്രവാസികൾക്ക് വളരെ ആശ്വാസകരമായ ഒരു തീരുമാനമാണ് ഉണ്ടായിരിക്കുന്നത്. കെട്ടിട വാടക കരാറിന്റെ കുറഞ്ഞ സമയപരിധി 3 മാസമായി നിജപ്പെടുത്തിയിരിക്കുകയാണ് മന്ത്രാലയം. സൗദി മുനിസിപ്പൽ ഗ്രാമ പാർപ്പിടകാര്യ മന്ത്രാലയമാണ് കരാർ കാലാവധി സംബന്ധിച്ച വ്യക്തത വരുത്തിയത്. കെട്ടിട ഉടമയും വാടകക്കാരനും തമ്മിലുണ്ടാകുന്ന വാടക കരാർ ഈജാർ സംവിധാനത്തിൽ രജിസ്റ്റർ ചെയ്യുന്നതിന് ഏറ്റവും കുറഞ്ഞത് 3 മാസം കാലാവധി ഉണ്ടായിരിക്കണമെന്ന് ഈജാർ അതോറിറ്റി വ്യക്തമാക്കി. കെട്ടിട ഉടമയും വാടകക്കാരനും തമ്മിലുണ്ടാക്കുന്ന കരാർ ഈജാർ സംവിധാനത്തിൽ രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള കുറഞ്ഞ കാലപരിധിയാണിത്. രാജ്യത്ത് കഴിയുന്ന വിദേശികൾക്കും പ്രവാസികൾക്കും ഇഖാമ പുതുക്കുന്നതിന് ഇജാർ കരാർ നിർബന്ധമാണ്. കെട്ടിടത്തിന്റെ വാടകയും അത് അടയ്ക്കുന്നതിനുള്ള ഗഡുക്കളും സംബന്ധിച്ച് ഉടമയും വാടകക്കാരനും തമ്മിൽ ആദ്യം ധാരണയിലെത്തണം. ശേഷം ഇരുവരുടെയും പരസ്പര സമ്മതത്തോടെയാണ് കരാറിൽ ഏർപ്പെടേണ്ടത്. ഇതിനായി ഇരുവരും അബ്ഷീർ വഴിയാണ് അനുമതി നൽകേണ്ടത്. കരാർ അവസാനിപ്പിക്കുന്നതിനും ഇതേ സംവിധാനം പ്രയോജനപ്പെടുത്താം. പാർപ്പിട ആവശ്യങ്ങൾക്കുള്ള ഈജാർ കരാറുകൾക്ക് നികുതി ബാധകമല്ലെന്ന് മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം ദുബായിൽ അക്കൗണ്ട് വഴി വാടക നൽകുന്നതിനുള്ള സംവിധാനം ഉടൻ നടപ്പാക്കുമെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്ന പിന്നാലെ വാടകയ്ക്ക് ചെക്കുകൾ ഒഴിവാക്കി അക്കൗണ്ട് വഴി വാടക നൽകുന്നതിനുള്ള സംവിധാനം പ്രാവർത്തികമാക്കുന്നതിനുള്ള നീക്കങ്ങൾ ദുബായിൽ ആരംഭിച്ചു കഴിഞ്ഞുവെന്നാണ് റിപ്പോർട്ടുകൾ. പുതിയ സംവിധാനം നിലവിൽ വരുന്ന മുറയ്ക്ക് UAE സെൻട്രൽ ബാങ്കിന്റെ ഡയറക്ടറേറ്റ് ഡെബിറ്റ് സിസ്റ്റം വഴി ഡിജിറ്റലായി പണം കൈമാറ്റം ചെയ്യപ്പെടും. ദുബായ് ലാൻഡ് ഡിപ്പാർട്ട്മെന്റും എമിറേറ്റ്സ് MBD ബാങ്കും ചേർന്നാണ് പുതിയ രീതി നടപ്പിലാക്കുന്നത്. ദുബായ് സർക്കാരിന്റെ പേപ്പർ രഹിത നയത്തിന്റെ ഭാഗം കൂടിയാണ് ഈ സംവിധാനം. ഇത് വാടകക്കാർക്കും ഉടമകൾക്കും ഒരുപോലെ സഹായകരമാകും എന്നാണ് കരുതപ്പെടുന്നത്. ദുബായ് സർക്കാരിന്റെ പേപ്പർ രഹിത പേയ്മെന്റ് സംവിധാനം എന്ന കാഴ്ചപ്പാടിനൊപ്പം ദുബായ് 10X സംരംഭത്തിന്റെ ഭാഗം കൂടിയാണ് പുതിയ പദ്ധതി. ദുബായിൽ ആസ്തികൾ വാങ്ങാൻ ആഗ്രഹിക്കുന്ന വിദേശ നിക്ഷേപകർക്ക് എമിറേറ്റ്സ് NBDയിൽ നോൺ റെസിഡന്റ് സേവിംഗ് അക്കൗണ്ട് തുടങ്ങാനും അതുവഴി വസ്തുക്കൾ വാങ്ങാനും വാടക ഈടാക്കാനും സൗകര്യമുണ്ടാകും. കടലാസ് രഹിത പേയ്മെന്റിനായുള്ള ദുബായ് സർക്കാരിന്റെ വീക്ഷണത്തിനനുസരിച്ചാണ് പുതിയ സംരംഭമെന്നാണ് DLD ഡയറക്ടർ ജനറൽ സുൽത്താൻ ബുത്തി ബിൻ മഗ്രീൻ പറഞ്ഞത്. എന്നാൽ വാടക നിരക്ക് ദുബായിൽ കൂടി തുടങ്ങിയതോടെ ഷാർജയിൽ നിന്ന് മറ്റ് വടക്കൻ എമിറേറ്റുകളിൽ നിന്നും ഇവിടേക്ക് താമസം മാറുന്നവരുടെ എണ്ണം കുറയുന്നുണ്ട്. കോവിഡിനെ തുടർന്ന് കഴിഞ്ഞ 2 വർഷം ദുബായിൽ പല മേഖലകളിലും വാടക നിരക്ക് കുറഞ്ഞിരുന്നു. എന്നാൽ കഴിഞ്ഞ വർഷം അവസാനം മുതൽ വിപണി കൂടുതൽ സജീവമായതോടെ ദുബായിൽ പലയിടത്തും വാടക നിരക്ക് കൂടിയിട്ടുണ്ട്. ഈ വർഷവും ഇതേ നിലയിൽ വാടക കൂടുമെന്ന് മേഖലയിലുള്ളവർ ചൂണ്ടിക്കാട്ടുന്നത്. ബിസിനസ് ബേ, ഗ്രീൻസ്, ദൈറ, ദുബായ് സ്പോർട്സ് സിറ്റി, പാം ജുമൈറ എന്നിവിടങ്ങളിലെ വാടക നിരക്കും ഉയർന്നിട്ടുണ്ട്. 2019 കോവിഡ് വന്നതോടെ വാടക നിരക്ക് പല മേഖലകളിലും കുറഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോൾ വിപണി വീണ്ടും സജീവമാകുകയും റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ഉൾപ്പെടെ ഉണർവ് കാണുകയും ചെയ്തതോടെ മിക്ക മേഖലയിലും വാടക നിരക്ക് ഉയർന്നു തുടങ്ങിയിട്ടുണ്ട്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.